പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹനെ. മാത്രവുമല്ല, ഇതോടെ ഡോക്ടർമാർ റാം മോഹനെ പരിശോധിക്കുന്നു. ഇഷയുടെ അടുത്തേക്ക് ഇതേ തുടർന്ന് എത്തുന്ന ഡോക്ടർ റാം മോഹനോട് ഞാൻ ആദ്യമേ കാര്യങ്ങൾ പറഞ്ഞതാണ്, സർജറി അത്യാവശ്യമാണ് എന്ന്. പക്ഷെ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നത്. എന്താണ് സർ, എന്തു പറ്റി? ഡോക്ടർ പറയൂ, നമുക്ക് അതുപോലെ ചെയ്യാം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പണ്ട് മുതലേ മോശമാണ് എന്ന് ഞാൻ അറിയിച്ചതാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സ തുടങ്ങാനും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇനി കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. ഡോക്ടർ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യണം? എന്ത് ഓപ്പറേഷനാണ് ഇനി നടത്തേണ്ടത്? ഇതിപ്പോ കുറച്ച് ലേറ്റ് ആയിരിക്കുകയാണ് ഈഷ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കുകയില്ല. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആകും എന്നൊന്നും അറിയില്ല. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ. ഇതോടെ ഇഷയാകെ തകർന്നു പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വിവരം അറിയിക്കണം അഭിഷേകിനെ. അതിനുള്ള ശ്രമം തുടങ്ങുന്നുവെങ്കിലും ഇഷയ്ക്ക് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. ഒരു വിധത്തിൽ ഇതേ തുടർന്ന് സോഹൻ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നു. ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സോഹൻ, ഇഷ മാഡം, കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാ അറിഞ്ഞത്. പക്ഷേ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ടാകും കൂടെ. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. ഞാൻ എന്തായാലും ഈ വിവരം അഭിഷേകിനെ അറിയിക്കാം. അഭിഷേകിന്റെ സ്ഥിതി മാഡത്തിനും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരിക വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ അവൻ അറിയണം. ഞാൻ എന്തായാലും ഈ കാര്യം അവനെ അറിയിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇഷയുടെ കാര്യങ്ങൾ സോഹൻ നേരിട്ട് പോയി അഭിഷേകിനെ അറിയിക്കുന്നത്. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമടാ. ഈ അവസ്ഥയിൽ അത് നടക്കില്ല. ദേവബാലയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാം. നീ ധൈര്യമായിരിക്കെ. എടാ, എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. ആടാ, നീ പേടിക്കണ്ട. ഇതേ തുടർന്നാണ് ഈ വിവരം ദേവബാല അറിയുന്നത്. ഇതോടെ ഓ, ആ മുതുക്കിളവൻ ചാവാൻ പോകുന്നതിന്റെ കാര്യം പറയാൻ വന്നതാവും അല്ലേടാ. എടീ, മിണ്ടാതിരിയടാ അവിടെ. ഈ അവസ്ഥയിലും അവന്റെ ഒരു സ്നേഹം. അവൾ നശിച്ച് പണ്ടാരമടങ്ങാൻ പോവുകയാ. അവളുടെ ജീവിതം തകർന്നു തുടങ്ങുകയായി. നീ അത് കണ്ടോ? ഇനി അവൾക്ക് രക്ഷയില്ല. ഇതോടെ അമർഷം അടക്കി പിടിച്ച് തൽക്കാലത്തേക്ക് ക്ഷമിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.